മേഘനെ, താനെന്തിനൊക്കെ കരയുന്നേ? ഇപ്പോഴത്തെ ഈ കരച്ചിലിന് ഒരു വാലിഡ് റീസൺ എങ്കിലും പറ. പക്ഷെ താൻ കരയാതിരിക്കേണ്ടതിന് 100 റീസൺ എനിക്ക് പറയാൻ കഴിയും. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നല്ലോ നീ എന്താണെന്നും നിന്റെ മനസ്സെന്താണെന്നും. തെറ്റായ ആരോപണങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അനാവശ്യമാണ്. വ്യക്തിത്വത്തിന്റെ നിറകുടമായ മേഘനയ്ക്ക് ഈ കണ്ണുനീരിനി വേണ്ട. മേഘനെ, കൺമുമ്പിൽ കാണുന്ന സത്യത്തെ പോലും മോർഫ് ചെയ്ത് നുണയാക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നിന്റെ ഈ മുഖം അവൻ മോർഫ് ചെയ്തത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ആ ഫോട്ടോസ് കണ്ട് മിഥുനേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിൽ, അതൊക്കെ സത്യമാണെന്ന് ധരിച്ചിരുന്നുവെങ്കിൽ. ഞാൻ ശ്രീരാമനാണെന്നൊന്നും പറയുന്നില്ല. വേറെ ഒരു സാധാരണക്കാരനാ. ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ അവിശ്വസിച്ചതിന്റെ പേരിൽ ഒരു ഇതിഹാസ പുസ്തകം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മുടെ ഭാവി എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നെ പോലെയുള്ളവരുടെ ഇമേജ് ബിസിനസിന്റെ ഉയർച്ചയിലാണ്. പക്ഷെ തന്റെ ഇമേജ് തന്റെ വ്യക്തിത്വത്തിലാണ്. അസൂയുള്ള ആളുകൾ ഇത് രണ്ടും ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ജഗദീഷ് ചെയ്തു അത് തന്നെയാ. അത്യപൂർവമായ ഒരു വസ്തുവിനെ സ്വന്തമാക്കാനുള്ള അർഹത ഒരു വ്യക്തിക്ക് ഇല്ലാതാകുമ്പോ, അതിന് മറ്റൊരു ഓപ്ഷനും കാണാതാകുമ്പോ, ആ വ്യക്തി 2 വഴികളെ സ്വീകരിക്കുക. ഒന്ന് തട്ടിപ്പറിക്കുക, അല്ലെങ്കിൽ ആ വസ്തു മറ്റൊരാൾക്ക് കിട്ടാത്ത രീതിയിൽ തകർത്ത് കളയുക. ജഗദീഷ് തെരഞ്ഞെടുത്ത് 2ാമത്തെ വഴിയാ. നീ ഒരു അപൂർവ രത്നമാണ്. അങ്ങനെയുള്ള നിന്റെ വ്യക്തിത്വത്തെ തകർക്കാൻ വേണ്ടി 100,000 പേര് ശ്രമിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിയല്ല. നിന്റെ കണ്ണുനീര് ഒത്തിരി വിലയുള്ളതാ മേഘനെ. അത് വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ കളയരുത്. അതുപോലെ ഇതോർത്ത് സങ്കടപ്പെടാനും പാടില്ല. അതാണ് എന്റെ ആഗ്രഹം. പ്രത്യേകിച്ച് നിന്നെ പോലെ സുന്ദരിയായ പെൺകുട്ടികൾ. നമുക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തിരിക്കുക. നീ കരഞ്ഞാ അതെനിക്ക് വിഷമാവും. അത് നിനക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താൻ ചിരിക്കണം. ചിരിക്കേ. സ്മൈൽ. Sorry for the inconvenience. ഇതുവരെ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒരു പാസിംഗ് ക്ലൗഡായിട്ട് കരുതിയാൽ മതി. ആ അഴുക്കിനെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ തന്നെ നീക്കം ചെയ്തേക്കാം. ഒരു നല്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വഴിയിൽ ഇങ്ങനെയുള്ള കല്ലും മുള്ളും ചെറിയ ചെറിയ തടസ്സങ്ങളും ഒത്തിരി ഉണ്ടാവും. അതിനെയെല്ലാം അതിജീവിക്കുന്നതാണ് ലൈഫ്. ഇപ്പൊ മേഘനയും എന്റെ ജീവിതത്തിലെ അത്ഭുത ലക്ഷ്യമാണ്. ഇവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഏതൊരു പുരുഷനും സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ തന്റെ ജീവിത പങ്കാളിയായിട്ട് കിട്ടിയ
അത് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഇപ്പോ സൗന്ദര്യത്തോടൊപ്പം മേഘന 2 പ്രാവശ്യമാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. അപ്പൊ ഞാൻ എത്രമാത്രം ഭാഗ്യം ചെയ്തവനായിരിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ഭാഗ്യം ഞാൻ വിട്ടുകളയണമെന്നാണോ? എനിക്കെന്റെ മേഘനയെ വേണം. മേഘന ഈ ജന്മം എന്നെ രക്ഷിക്കാൻ എനിക്ക് കിട്ടിയ ദേവതയാ. അതാണ് സത്യം. ഇപ്പൊ ചടങ്ങുകൾ അനുസരിച്ച് ഈ എൻഗേജ്മെന്റ് ഇവിടെ പൂർണ്ണമാകും. ഇനി മേഘന എന്നും എന്റെ ജീവിതത്തിലുണ്ടാകും. എന്റെ മോന്റെ തീരുമാനങ്ങൾക്ക് ഞാൻ ഒരിക്കലും എതിര് നിൽക്കാറില്ല. അവൻ ചിന്തിച്ചെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എത്രമാത്രം സത്യസന്ധമാണെന്നുള്ളത് എനിക്കറിയാം. മുഹൂർത്ത സമയം കഴിയാറായിരിക്കാം. തിരുമേനി, എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങിക്കോളൂ. അതെ, കുറച്ചങ്ങോട്ടൊന്ന് മാറി നിന്നേ. നിങ്ങള് ഇങ്ങോട്ട് വന്നോളൂ. അരുന്ധതി, മമ്മി, ഇതാ നിങ്ങളും മുന്നോട്ട് വരിക. ओम विवाह निष्ठाब्द शुभ समये सूर्यादीनां नवानां ग्रहाणां अत्यंतानुकूल्यता फलसिद्धिरस्तु। ओम ध्रुवं ते राजा वरुणो ध्रुवं देवो बृहस्पतिः ध्रुवं तेन्द्रश्चाग्निश्च राष्ट्रं धारयतां ध्रुवम्। हे मधुचंद्रिके नी विरल ओम ध्रुवं ते राजा वरुणो ध्रुवं देवो बृहस्पतिः ध्रुवं तेन्द्रश्चाग्निश्च राष्ट्रं धारयतां ध्रुवम्। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाकारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिनित्यानगम्यं वन्दे विष्णुभयहरं सर्वलोकैकनाथम्। വരൻ വധുവിന് മോതിരം ഇട്ട് കൊടുക്ക. ओम ध्यायेत् पद्मासनस्थां प्रकस्तवदनां पद्मपत्रायताक्षीं हेमाभां पीतवस्त्रां करकलितलसत्तेव पद्मां वराङ्गीं सर्वालङ्कारयुक्तां सततो वैदां सम्रां भवानीं। श्रीविद्यां शान्तमूर्तिं सकलस्वर्णतां सर्वसम्पत्प्रदात्रीं। ഇനി പരസ്പരം മാല അണിയിക്കുക. ഇതാ श्रीविद्यां शान्तमूर्तिं सकलस्वर्णतां सर्वसम्पत्प्रदात्रीं। അതിഗൂഢമാ ഒരു സൗരഭം ആത്മാവിനെ തഴുകുന്നുവോ പറയാതെ शतमानं भवति सदायुः पुरुषस्य तेन्द्रिय आयुष्येवेन्द्रिये प्रतिष्ठति शीघ्रमेव कल्याणप्राप्तिरस्तु। മൂകമിതൻ ഇടനാഴി കാൽപദം ചേരും നാദം പേരറിയാൻ കഴിയാത്തൊരാ ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തെ എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്റെ അപ്പൂപ്പനും കൂടി കണ്ടിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷിച്ചേനെ. ശാലു, ശാലു, ഞാൻ പറയുന്ന കേൾക്കരുത്. ഇതെല്ലാം മമ്മി കാരണം. ഞാൻ എന്ത് ചെയ്തു ബേബി? എന്താ ചെയ്യണ്ടേ? വയനാട്ടിലെ വയലിൽ കിടന്ന് ഉണങ്ങേണ്ട സാധനത്തിന് മംഗലപുരത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്റെ ജീവിതം മമ്മി നശിപ്പിച്ചു കളഞ്ഞ്. അങ്ങനെ പറയല്ലേ ബേബി, കാര്യങ്ങളുടെ കിടപ്പ് നിനക്ക് അറിയാഞ്ഞിട്ടാ. എന്ത് കിടപ്പ്? നാട്ടുമ്പുറത്ത് ചാണകം മെഴുകി നടക്കേണ്ടതിനെ ഇപ്പൊ കോടീശ്വരന്റെ വീട്ടിൽ മരുമകളാക്കിയില്ലേ? ആടിനെയും പശുക്കളെയും കുളിപ്പിച്ച് തൊഴുത്തിൽ കിടക്കേണ്ടവളെ നോട്ട് കെട്ടുകൾ അടുക്കി വെച്ച് കിടന്നുറങ്ങുന്ന ഗ്രേറ്റ് ബിസിനസ്മാൻ മിഥുന്റെ ഭാര്യയാക്കിയില്ലേ മമ്മി?
എടി മരമണ്ടി, നിന്നോട് ഇനി ഏത് ഭാഷയിൽ പറഞ്ഞാലാ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും? പറഞ്ഞില്ലേ? ഓർമ്മ വെച്ചപ്പോ തൊട്ട് ആരാധിച്ചിരുന്ന സ്വപ്നങ്ങളുടെ വലിയ കോട്ട കെട്ടിയ എന്നും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ഞാൻ കല്യാണം കഴിക്കാൻ മോഹിച്ച് മിഥുനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കണായിരുന്നു. ബേബി, ഞാൻ നിന്റെ അമ്മയാടി. നിങ്ങൾ അമ്മയാന്ന് പറയല്ലേ? എന്റെ ജീവിതം തകർക്കാൻ വന്ന യക്ഷിയാ. അമ്മയാ പിശാചിനെ വയനാട്ടിൽ നിങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാതിരുന്നാ പോരായിരുന്നോ? എങ്കിലും ആ മിഥുൻ ഇവളെ കാണുകയില്ലായിരുന്നു. ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ലായിരുന്നു. ഇവള് ആ മിഥുനെ ഒരിക്കലും കാണാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എടി, നിന്റെ തലക്കകത്ത് കളിമണ്ണാണോ? വെറുതെ ഭ്രാന്ത് പറയരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അവളെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു കെട്ടിക്കൊണ്ട് വന്ന എന്തിനാ? അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അവളുടെ പ്രസവം എടുക്കാന്ന് കരുതിയാണോ? ആ ശാപം പിടിച്ച ജന്മത്തെ കോടീശ്വരന്റെ ഭാര്യയാക്കാൻ വേണ്ടിയാണോ? അല്ലായിരുന്നടി. ആ കിളവൻ ഈ പെണ്ണിന്റെ പേരിൽ കോടികളുടെ ആസ്തിയാ എഴുതി വെച്ചിരിക്കുന്നേ. അവള് തൊഴുത്തിനകത്ത് കിടന്നാലും ഇട്ടുമൂടാനുള്ള പൊന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം വയലുകളും എണ്ണിയാൽ ഒടുങ്ങാത്ത പുരയിടങ്ങളും എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. അവളെ എങ്ങനെയെങ്കിലും എന്റെ പാട്ടിലാക്കി ഏതെങ്കിലും ഒരു കൊള്ളരുതാത്തവനെ കെട്ടിച്ചു കൊടുത്ത് അവനെ എന്റെ കയ്യിലെടുത്ത് ഇവളെ എന്റെ താളത്തിന് തുള്ളിച്ച് എന്തെങ്കിലും മാജിക് കാണിച്ച് അവളുടെ പേരിലുള്ള ആസ്തി മൊത്തം അടിച്ചു മാറ്റാനാടി അവളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത്. അതുകൊണ്ട് മാത്രാ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നമ്മുടെ താളത്തിന് തുള്ളുന്ന ആ ജഗദീഷിനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ നോക്കിയത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടകാലം നമ്മുടെ പുറകെ കൂടിയിരിക്കല്ലേ. അവന്റെ കയ്യിലിരിപ്പോണ്ട് അതൊട്ട് നടന്നുമില്ല. എന്നിട്ട് അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ലല്ലോ. മിഥുൻ, ദ ഗ്രേറ്റ് മിഥുൻ, അവനെയല്ലേ ഇപ്പൊ അവള് കെട്ടാൻ പോകുന്നേ? ആ അതേടി, കാലക്കേട് നമ്മുടെ പുറകെ കൂടെ മാത്രമല്ല, പെരുവഴി നിർത്തി നമ്മളെ കൊണ്ട് പിച്ചെടുപ്പിക്കുക. അതല്ലേ അല്ലേ ഇങ്ങനെ നായ നക്കിപ്പോയത്. ശാലു, അവളുടെ ഭാഗ്യം അങ്ങനെ ആയിപ്പോയടി. നീ അതോർത്ത് വിഷമിക്കണ്ട. നീ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കും. അവരുടെ രണ്ടുപേരുടെ നിശ്ചയം കഴിഞ്ഞു മമ്മി. ഇനി ആ കല്യാണം ഞാൻ കാണേണ്ടി വരും. ബേബി, നിശ്ചയം മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. ഞാൻ ജീവനോടെ ഉള്ളപ്പോ ആ കല്യാണം നടത്തില്ല. മമ്മി, നീ എന്നെ വിശ്വസിക്ക്. അവസാന നിമിഷമെങ്കിലും നിന്നെ ഞാൻ ആ വീട്ടിലെ മരുമകളാക്കിയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ മരിക്കുമ്പോഴോ? അറം പറ്റുന്ന പോലെ പറയല്ലേ മോളെ. അവളുടെ കഴുത്തില് താലി കേറുന്നതിന്റെ ഒരു ക്ഷണം മുമ്പെങ്കിലും. ചെറിയമ്മേ, എന്താ മേഘനെ? ചെറിയമ്മേ, അപ്പൂപ്പ മരിച്ചപ്പോ മാംഗ്ലൂരിലേക്ക് എന്നെ എന്തിനാ വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും നിതിന്റെ ഓപ്പറേഷൻ നടത്താന്ന് ചെറിയമ്മ പറഞ്ഞപ്പോ മറ്റൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. പക്ഷെ ഇവിടേക്ക് വന്നതിന് ശേഷവും മനസ്സിൽ എന്തോ അറിയാത്ത പേടിയും വെപ്രാളവും വിഷമവും ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് ചെറിയമ്മ കാരണം അതെല്ലാം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി. ഇവിടെ വന്നോണ്ടാണല്ലോ മിഥുനേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ. അപ്പൂപ്പൻ എന്നും എന്നെ നല്ലൊരു വീട്ടിലേക്ക് മരുമകളായിട്ട് പറഞ്ഞയക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്നതെല്ലാം നിറവേറിയിരിക്കാം. മിഥുനേട്ടൻ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ് ചെറിയമ്മേ. ഒടുവിലെല്ലാം നല്ല രീതിയിൽ നടന്നല്ലോ. എന്നിലൂടെ രക്ഷപ്പെട്ടത് 3 പേരുടെ ജീവിതം. ഇതിനെല്ലാം കാരണം ചെറിയമ്മ. വാക്കുകൾക്ക് മൂർച്ചയുണ്ടെങ്കിലും ചെറിയമ്മയുടെ മനസ്സ് നല്ലതാ. ഞങ്ങളെ 3 പേരെയും
സ്വന്തം മക്കളെ പോലെയല്ലേ ചെറിയമ്മ നോക്കുന്നേ? ഈ കടപ്പാട് ഒരിക്കലും തീരില്ല ചെറിയമ്മ. എത്ര ജന്മത്തെ പുണ്യം കൊണ്ടാണെന്നറിയില്ല മിഥുനേട്ടനെ എനിക്ക് ഭർത്താവായി കിട്ടിയത്. എനിക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയത് ചെറിയമ്മ കാരണം. താങ്ക് യു ചെറിയമ്മ, താങ്ക് യു സോ മച്ച്. എന്തിനാ മോളെ ഈ ഭംഗി വാക്ക്? എല്ലാം നിന്റെ ഭാഗ്യം കൊണ്ടാ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ജനിച്ചു വീണത് തന്നെ ഐശ്വര്യത്തിലല്ലേ? ആ ഐശ്വര്യം ഇപ്പോഴും നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാ ഇന്ന് ഈ കോടീശ്വരന്റെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഇതില് ഞാൻ എന്ത് ചെയ്തു എന്നാ മോള് പറയുന്നേ? നടക്കാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ. നടക്കാത്തതൊരിക്കലും നടക്കാനും പോകുന്നില്ല. പുതുമണവാട്ടിയല്ലേ മോള്? വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കാണ്ട് ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കും മോളെ. ചെല്ല് ബേബി. മിഥുനേട്ടാ, മിഥുനേട്ടൻ ഇവിടെ എന്താ ഈ സമയത്ത്? തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അപ്പൊ തന്നെ ഇങ്ങ് പോന്നു. ആരെങ്കിലും കണ്ടാലോ മിഥുനേട്ടാ? കണ്ടാ കാണട്ടെ. എന്റെ പെണ്ണിനെ കാണാനാ ഞാൻ വന്നത്. അതിലെന്താ എത്ര തെറ്റ്? തെറ്റൊന്നുമല്ല. ആപത്ത് വല്ലതും? താൻ കൂടെയുള്ളപ്പോ ആപത്തിന്റെ പരിസരത്ത് പോലും വരില്ല. സൂര്യന്റെ ചുമന്ന കിരണങ്ങൾ ചക്രവാതത്തെ കീറി മുറിച്ച് വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ എത്തി നോക്കും മുമ്പ് എന്റെ മേഘനയെ കാണാനും ഒരു വാക്ക് മിണ്ടാനും വല്ലാത്ത മോഹം തോന്നി. താങ്ക്സ്. എന്നാലും പെട്ടെന്ന് പൊയ്ക്കോ. എന്നാ പൊയ്ക്കോട്ടെ. എന്ന് വെച്ചാ ഇപ്പൊ തന്നെ പോണമെന്നല്ല, പേടിയാവുന്നു മിഥുനേട്ടാ. മേഘനെ, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. അപ്പോ പകുതി കല്യാണം കഴിഞ്ഞ പോലെ. പിന്നെ നമ്മൾ ആരെയും പേടിക്കണ്ടേ? എന്റെ ചെറിയമ്മ കണ്ടാലോ? അവര് കണ്ടാലിപ്പോ എന്താ? എന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തും. അതല്ലേ ഏറ്റവും നല്ലത്. ജോത്സ്യരെ കുറിച്ച മുഹൂർത്തത്തിന് മുമ്പ് കല്യാണം നടന്നാൽ അത്രയും പെട്ടെന്ന് ഒന്നാകാലോ. അതുകൊണ്ടല്ല മേഘനെ, നിന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ മനസ്സിലിപ്പോ ഒരു കടുകുമണി സ്ഥലമില്ലാതെ താനിങ്ങനെ നിറഞ്ഞു നിൽക്കാടോ. എന്താന്നറിയില്ല. എന്റെ നിഴലിലേക്ക് നോക്കിയാൽ പോലും അതിൽ കാണുന്നത് നിന്റെ രൂപമാണ്. സത്യമായിട്ടും. അതെന്തായിരിക്കും അങ്ങനെ?